ഹായ്, വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. PSC പരീക്ഷകളിൽ സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറകളിലൂടെ ശ്രദ്ധേയനായ നേതാവാണ് താന്തിയ തോപ്പി. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നായിരുന്നു. നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്ന താന്തിയ തോപ്പി ആദ്യം കാൺപൂരിലും പിന്നീട് ഗോളിയാറിലും സമരം നയിച്ചു. 1857 ഡിസംബർ 6 താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ജനറലായിരുന്നു കോളിൻ ക്യാമ്പൽ. പ്രാചീന കാലത്ത് യവനന്മാരുമായും റോമാക്കാരുമായും കേരളത്തിന് വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു. ഇതിന് തെളിവ് ലഭിച്ചിരുന്ന സ്ഥലമാണ് പട്ടണം. പട്ടണം എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലമാണ്. തിരുത്തക്ക ദേവർ രചിച്ച ജീവക ചിന്താമണി എന്ന തമിഴ് ഇതിഹാസ കാവ്യം കേരളത്തിന് അല്ലെങ്കിൽ പ്രാചീന തമിഴകത്തിന് റോമുമായും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും ഉണ്ടായിരുന്ന വ്യാപാര ബന്ധത്തെക്കുറിച്ച് തെളിവുകൾ നൽകുന്നുണ്ട്. 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന രൂപം കൊള്ളുന്നത്. ഇതിൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം മൗലവി. 1873 ഡിസംബർ 28 അദ്ദേഹം ജനിക്കുന്നത്. 2023 150-ാം വാർഷികം ആഘോഷിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴിലുള്ള പൂന്ത്രാൻ വിളാകം വീട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് ആരംഭിച്ചു. ഇസ്ലാം ധർമ്മപരിപാലന സംഘം ആരംഭിച്ചതും അദ്ദേഹമാണ്. 1925 വക്കം മൗലവി ഗാന്ധിജിയെ സന്ദർശിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൗമ താപോർജ്ജ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഹിമാചൽ പ്രദേശിലെ മണികരൻ, ഛത്തീസ്ഗഡിലെ തത്തപ്പാനി, ഗുജറാത്തിലെ കാംബെ, ലഡാക്കിലെ പുക താഴ്വര, ജാർഖണ്ഡിലെ സൂരജ് കുണ്ട്. 2017 ജൂലൈ 1 GST ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി ജൻ ധൻ യോജന നിലവിൽ വരുന്നത്. സമൂഹത്തിലെ ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് സാമ്പത്തിക സേവനങ്ങൾ എളുപ്പം ലഭ്യമാക്കുക എന്നതായിരുന്നു പ്രധാനമന്ത്രി ജൻ ധൻ യോജനയുടെ ലക്ഷ്യം. അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ആവശ്യമില്ല, ലളിതമായ പണം കൈമാറ്റ വ്യവസ്ഥ, ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം, ഇത്രയുമാണ് ജൻധൻ യോജന അക്കൗണ്ടുകളുടെ പ്രത്യേകത.